നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM നേതാവ് KJ ഷൈനെതിരായ അധിക്ഷേപ പരാമർശങ്ങളിൽ അന്വേഷണം വേഗത്തിലാക്കി പോലീസ്. മെറ്റയിൽ നിന്ന് സമൂഹമാധ്യമ പോസ്റ്റുകളുടെ ഉറവിടം തേടിയതിന് പിന്നാലെ വേഗം മറുപടി വേണമെന്നാവശ്യപ്പെട്ട് വീണ്ടും മെയിൽ അയച്ചിട്ടുണ്ട്. പോസ്റ്റുകൾ വന്ന അക്കൗണ്ടുകൾ ഇവർ തന്നെയാണോ കൈകാര്യം ചെയ്തത് എന്ന് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. മെറ്റയിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാകും KM ഷാജഹാൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതുൾപ്പെടെയുള്ള നടപടികൾ. 100-ലേറെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ പേരെ കേസിൽ പ്രതി ചേർക്കാനും സാധ്യതയുണ്ട്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിലാണ് അന്വേഷണ ചുമതല ഉള്ളത്. അങ്ങേയറ്റം മലിനസമായിട്ടുള്ള പ്രചരണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈനെതിരെ ഉയർന്നു വന്നത്. ഒരു MLA മുൻനിർത്തി അവർ കേൾക്കേണ്ടി വന്ന അപവാദം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത് ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ്. ഇത് പിന്നെ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവർ പ്രചരിപ്പിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ട അപവാദം യാതൊരുവിധ വസ്തുതാന്വേഷണവും ഇല്ലാതെ ഒരു മാധ്യമവും പ്രസിദ്ധീകരിച്ചു. കോൺഗ്രസ് നേതാവ് BRM ഷഫീർ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KM ഷാജഹാൻ ഉൾപ്പെടെയുള്ളവർ ഇല്ലാ കഥകൾ കെട്ടിയാഘോഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പലരും പ്രത്യക്ഷമായും പരോക്ഷമായും തന്നെ KJ ഷൈനെ അവഹേളിച്ച് രംഗത്തെത്തി. എന്നാൽ ഇതിലൊന്നും തളരാതെ തനിക്കെതിരെ വന്ന ആരോപണങ്ങളുടെ മുനയൊടിച്ച് ഷൈൻ രംഗത്ത് വരികയാണ്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്ന് ഷൈൻ പറഞ്ഞതിന് പിന്നാലെ പലരും അപവാദ പോസ്റ്റ് മുക്കിയിട്ടുണ്ട്. പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ സൈബർ ആക്രമണങ്ങൾ നേരിടുന്നത് ഇതാദ്യമായല്ല. നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് ഈ രീതിയിൽ തന്നെയാണെങ്കിൽ അവ അവസാനിക്കില്ല എന്ന് വ്യക്തമാണ്. പക്ഷേ ഇവിടെ ഷൈൻ ടീച്ചർ പ്രതികരിച്ച രീതി പലർക്കും ധൈര്യം തരുന്നത് തന്നെയാണ്. നിലാവ് കാണുമ്പോൾ പട്ടികൾ കുരയ്ക്കും, പട്ടിക്ക് കുരയ്ക്കാതിരിക്കാൻ കഴിയില്ല, നിലാവിന് ഉദിക്കാതിരിക്കാനും കഴിയില്ല എന്നും ആദ്യം തന്നെ ഈ ആരോപണങ്ങൾക്കെതിരെ ഷൈൻ പ്രതികരിച്ചു. മാത്രവുമല്ല, താൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നുവെന്ന് ഈ സമൂഹത്തെ അറിയിക്കേണ്ടതില്ല എന്നും ഒരു വ്യക്തിക്ക് ലിംഗവ്യത്യാസമില്ലാതെ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും ഷൈൻ പറയുന്നിടത്ത് തന്നെയുണ്ട് അവരുടെ കൃത്യമായ രാഷ്ട്രീയം. അന്യന്റെ വീട്ടിൽ എന്ത് നടക്കുന്നുവെന്ന് അന്വേഷിക്കുന്ന, അതിൽ സുഖം കണ്ടെത്തുന്ന, എന്നാൽ അതിൽ നമുക്ക് പറ്റിയ ഇതൊന്നുമില്ല എങ്കിൽ കള്ളക്കഥയുണ്ടാക്കി ആത്മരതി കൊള്ളാൻ വെമ്പുന്ന ഈ പോയി മുഖങ്ങൾക്ക് നേരെ ഉണ്ടായ ആഞ്ഞടിക്കലായിരുന്നു ഇത്. എന്തായാലും ഷൈൻ ടീച്ചർ വെറുതെ അങ്ങ് ഇരിക്കുകയല്ല. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായി ഇടപെടും, കൃത്യമായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഷൈൻ ടീച്ചർ ആവർത്തിച്ച് പറയുന്നത്.